ഹായ് അമ്മക്കുട്ടി. ഗുഡ് മോർണിംഗ്. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങടാ ഇങ്ങോട്ട്. എന്തിനാ പെണ്ണുമ്പളെ? ഇറങ്ങടാ നായേ. ആഹാ, അമ്മക്കുട്ടി റീലോഡ്. ശരി, ഇറങ്ങിയേക്കാം. എന്താ പറയാനുള്ളത്? പറ. പറയാനല്ല ഉള്ളത്, തരാനാ ഉള്ളത്. പകൽ വെളിച്ചത്തിൽ 10 പേരുടെ മുമ്പിൽ വെച്ച് തന്നെ തരണമെന്നുണ്ടായിരുന്നു. പോടാ. പോണോ? പ്രതാപേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ചോദിക്ക? ഈ അടുത്ത ദിവസം ഒരു പ്രത്യേകതയുണ്ട്. അടുത്ത ദിവസം എന്താ? വ്യാഴോ വെള്ളിയോ? കുന്തം. വാലന്റൈൻസ് ഡേയാ. അങ്ങനെ ഒരുപാട് ദിവസങ്ങളുണ്ടല്ലോ. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, അക്ഷയ തൃതീയ. അതിനിപ്പോ നമുക്കെന്താ? അതിന് നമുക്കെന്താന്നോ? ചില സമയത്ത് ഈ പ്രതാപേട്ടൻ ഭയങ്കര റൊമാൻറ്റിക്കാ, ചില സമയത്ത് പരുക്കനും. ഓ, ഞാനിങ്ങനൊക്കെ തന്നെ. നീ കാര്യം പറ. എനിക്കെന്താന്ന് വാങ്ങിച്ചിരുന്നേ? നിനക്ക് വാങ്ങിത്തരാനോ? എന്ത്? വാലന്റൈൻസ് ഡേ സമ്മാനം. പിന്നെ വാലന്റൈൻസ് ഡേ. എടി, ചുമ്മാതെ കല്യാണം കഴിക്കാത്ത കൊച്ചു പിള്ളേരും പൂവും പുഷ്പങ്ങളും കാടും മുട്ടായും ഒക്കെ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പോലാണോ നമ്മള്? എന്നാലും എനിക്ക് സമ്മാനം വേണം. എന്റെ കൂട്ടുകാരികൾക്കൊക്കെ അവരുടെ ഭർത്താക്കന്മാര് സമ്മാനം വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ. ഇതാ നിന്റെ കുഴപ്പം. നീ എന്തിനാ നമ്മുടെ ജീവിതം മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്? ചിലപ്പം നിന്റെ മുറച്ചെറുക്കൻ ഡോക്ടറെ അയാളുടെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും സമ്മാനം. അതിന്റെ പേരിൽ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന എന്തിനാ? ഞാൻ പിന്നെ എന്റെ ആഗ്രഹങ്ങൾ ആരോടാ പ്രതാപേട്ട പറയേണ്ടത്? ഞാൻ നോക്കട്ടെ, ഒന്നാലോചിക്കട്ടെ. അവൾക്ക് എന്ത് സമ്മാനം വേണമെങ്കിലും കൊടുക്കാലോ. മധുരം വിളമ്പൽ ചടങ്ങ് ഇത്ര വലിയ ആഘോഷമായിട്ട് നടത്തുമ്പോ നമ്മളങ്ങനെ വെറും കൈയോടെ കയറി ചെല്ലുന്നത് ശരിയല്ലല്ലോ. ചടങ്ങുകൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ നന്ദേട്ട. ഇനി എന്തെല്ലാം കിടക്കുന്നു. ചക്കി 7ാം മാസത്തിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. അതിനു മുൻപും ചില ചടങ്ങുകളുണ്ട്. ഓ, ഓർക്കുമ്പോ തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷം. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ചക്കയ്ക്ക് പിറക്കുന്ന കുഞ്ഞിന്റെ മുഖം കാണുക, അതിന്റെ പേരിടൽ ചടങ്ങ്, ചോറൂണ്, തുലാഭാരം. ഞാനിങ്ങനെ ചിന്തിച്ച് 10 മാസം അപ്പുറത്തേക്ക് പോയല്ലോ. എനിക്ക് പിന്നെ ചിന്തിക്കാൻ ഇതല്ലാതെ വേറൊന്നുമില്ലല്ലോ നന്ദേട്ട. ശരിയാ. അപ്പൊ നമുക്ക് നാളെ തന്നെ പോവാം. അമ്മ വരില്ലേ നന്ദേട്ട? പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കും വരണമെന്ന് ഒരുപാട് താല്പര്യമുണ്ട്. പിന്നെ സുഖമില്ലാതായതിനു ശേഷം യാത്രയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാ ചിറ്റയുടെ കൂടെ കുറച്ചു ദിവസം കൂടെ നിൽക്കട്ടെ എന്ന് കരുതിയത്. അവരാകുമ്പോ പഴയ കഥകളൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നോളൂ. അപ്പോ നാളെ നമ്മള് പോകുന്നു. പിന്നെ ചക്കയ്ക്ക് ഞാനൊരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതെന്താ? അത് ചക്കയുടെ ഫേവറേറ്റ് ആയ പഴം പ്രഥമൻ.
കാലിലുമ്മ വെക്കില്ല നന്ദേട്ടാ. അത് സാരമില്ല. അതല്ല, നെറ്റിയില് മതി. എടി എടി കഴുതി സംഗീതേ. അതൊന്നെടുക്കൂ. ആ നെക്ലസ് ഒന്നെടുത്തേ. അനുക്കുട്ടിയാ, ആഹാ, ഞാൻ ഈ നെക്ലസിന്റെ പടങ്ങള് അവൾക്കൊന്ന് വാട്സാപ്പിൽ ഇട്ട് കൊടുക്കട്ടെ. അവൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാലോ. വേണ്ടടോ, കണ്ടു കഴിഞ്ഞാൽ സർപ്രൈസ് അങ്ങ് പോകും. ഓ, നന്ദേട്ടനെല്ലാം സർപ്രൈസ് ആണല്ലോ. സർപ്രൈസ് ആയിട്ട് വീട് കൊടുക്കുന്നു, ഇനിയിപ്പൊ നാളെ നെക്ലേസും അല്ലേ? ആ, തനിക്ക് വല്ലതും വേണമെങ്കിൽ താനും എടുത്തോളൂ. വല്ല മാലയോ വളയോ പാദസരോ അങ്ങനെ എന്തേലും. ഉവ്വ് ഉവ്വ്. ആ സെൻട്രല്ലേ, അതൊന്നെടുക്കൂ. ഓ, എനിക്കിപ്പോഴും ഇതിനോട് യോജിക്കാൻ തോന്നുന്നില്ല. ഒരു മധുരം വിളമ്പലും കേക്ക് മുറിക്കലും. ഓ, കുടുംബത്തിൽ വിഷം വിളമ്പുന്നവർക്കിതൊന്നും മനസ്സിലാവത്തില്ല. സ്വാഭാവികം. ശശാങ്കൻ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാരും കൂടെ സംഘം ചേർന്ന് എന്റെ അമ്മയെ ഒറ്റപ്പെടുത്താൻ നോക്കൊന്നും വേണ്ട. എല്ലാരും കൂടെ സംഘം ചേർന്നാൽ എന്താ? നീ ഇവിടെ സൈന്യം പോലെ നിൽക്കുമല്ലേ? അനുവിന്റെ അമ്മയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതിന് ഇവിടെ കേക്ക് മുറിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. തട്ടിക്കൊണ്ടു പോയതിനല്ല കേക്ക് മുറിക്കുന്നത്, തിരിച്ചു വന്നതിന്. അമ്മ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എല്ലാ ദിവസവും കേക്ക് മുറിക്കും. ഈ വിജയലക്ഷ്മി തട്ടിക്കൊണ്ടു പോകാനുള്ള ധൈര്യമൊന്നും ആർക്കും ഇല്ല. കൊണ്ടുപോയാൽ തന്നെ 3-ാം മിനിറ്റ് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. എന്റെ അളിയെ ഒന്ന് നിർത്ത. നിർത്തികളെ, നിർത്തി. എന്താ അളിയ? ഞെട്ടിക്കുന്ന വാർത്തയാശാനെ. അല്ല അളിയ, മദ്യം ഇനി പ്ലാസ്റ്റിക് കുപ്പികളിൽ തരില്ല, ചില്ലു കുപ്പികളിൽ മാത്രം ആക്കാൻ പോകുന്നെന്ന്. അതിന് അളിയെ ഞെട്ടുന്നെന്തിനാ? അല്ല, ഓരോന്ന് പറഞ്ഞ് വില കൂട്ടാനുള്ള അടവാണളിയ. നമുക്ക് ചില്ലുകുപ്പിയൊന്നും വേണ്ടായേ, തൂക്കുപാത്രം കൊണ്ട് വെക്കണം. കൃത്യമായിട്ട് അളന്നൊഴിച്ച് തന്നാ മതി. ശശാങ്കൻ കള്ളുകൂടി നിർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് മുറിയിൽ കുപ്പിയിരിക്കുന്ന ഞാൻ കണ്ടല്ലോ. അയ്യോ അച്ഛാ, അതെനിക്ക് കുടിക്കാനുള്ളതല്ല അച്ഛാ. യമുനയ്ക്ക് ബോട്ടിലാർട്ട് ചെയ്യാൻ വേണ്ടി മേടിച്ചതാ അല്ലേ? പൂച്ചയ്ക്ക് മുള്ളു കൊടുക്കാൻ വേണ്ടി മീൻ വാങ്ങുന്നത് പോലെ അല്ലേ അളിയ? അതെ, നാളത്തെ മധുരം വിളമ്പൽ ചടങ്ങ് എങ്ങനെ അതിഗംഭീരമാക്കാമെന്ന് ഞാനിന്ന് കുലംകുഷമായി ആലോചിക്കട്ടെ. ഓക്കെ? ആരാ വിമൻ ചേട്ടാ വിളിച്ചേ? അത് നീലിമ. നീലിമേച്ചി വിപിൻ ചേട്ടന്റെ ഫോൺ വിളിച്ചതില് എനിക്ക് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ? എന്താ വിപിൻ ചേട്ടൻ മുഖം അല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹോസ്പിറ്റലില്? ഏയ്, എന്താ പ്രശ്നം? നാളെയും മറ്റന്നാളും 1-2 ഡോക്ടേഴ്സ് ലീവാ. ഞാൻ എത്തുമെന്നറിയാൻ വേണ്ടി വിളിച്ചതാ. അടുത്ത ദിവസം ഇവിടെ ഒരു ചടങ്ങ് നടക്കാന്നുള്ള വിവരം നീലിമേച്ചിക്ക് അറിയില്ലേ? നീലിമേച്ചിയെ വിളിക്കേണ്ടതായിരുന്നു. നീ എന്ത് മണ്ടത്തരം അനുവി പറയുന്നേ? അതും എല്ലാം അറിഞ്ഞു വെച്ചോണ്ട്. എന്നിട്ട് വേണം നീലിമ കുതിരപ്പന്തി വീട്ടിൽ വന്നു എന്നും പറഞ്ഞ് നീ വഴക്കുണ്ടാക്കാൻ. ആ, അതും ശരിയാ. എന്നാലും നീലിമേച്ചിക്ക് ഇപ്പൊ എന്നോട് ദേഷ്യമൊന്നും ഇല്ലാത്തോണ്ടാ ഞാൻ പറഞ്ഞത്. വേറെന്തെങ്കിലും പറഞ്ഞോ വിപിൻ ചേട്ടാ? വേറെന്താ പറയാ? എന്താനു, ഞാനറിയാത്ത രഹസ്യങ്ങൾ വല്ലതും നിങ്ങൾക്കിടയിലുണ്ടോ? എന്ത് രഹസ്യം? വിപിൻ ചേട്ടൻ അറിയാത്ത ഒരു രഹസ്യവും എനിക്കില്ല.
എന്ത് പറഞ്ഞാലും ഞെട്ടാനൊരു പൊട്ടിക്കുട്ടി. നമുക്ക് സംസാരിക്കാൻ വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഒരു ഫോൺ വന്നു, വിളിച്ചത് നീലിമ. ഇനി നീലിമയെ ചുറ്റിപ്പറ്റി സംസാരം നീളണ്ട. പിന്നെ ഇനി നിന്നെ കെട്ടിപ്പിടിച്ച് കിന്നാരം പറയാം. അത് കേൾക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി. എന്താ ആന്റണി, ഒരു ദിവസവും മനുഷ്യന് മനസ്സമാധാനം കിട്ടില്ലേ? സാറേ, ഇന്നലെയും കമ്പനിയിലെ റവന്യൂ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു. ഒരു രീതിയിലും നമ്മളെ മുന്നോട്ട് പോകാൻ അവർ സമ്മതിക്കുന്നില്ല. ഞാൻ എന്തു വേണം? പൂട്ടിക്കെട്ടണമല്ല. സംഗീതമൊന്നും അറിയണ്ട. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്, ഏറ്റവും വിലപ്പെട്ട മുഹൂർത്തത്തിന് പോകാൻ ഒരുങ്ങിയിറങ്ങാൻ തുടങ്ങാവള്. ആ ഫയലുകൾ തന്നേക്കും. ഞാൻ വെരിഫൈ ചെയ്തിട്ട് ആന്റണി വിളിച്ചോളാം. ശരി സാർ. സാറേ, സാർ ഇനിയെങ്കിലും ആരാണ് ശത്രു എന്നും എന്താണ് അവരുടെ ഉദ്ദേശമെന്നും മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം. ഇത് കൃത്യമായി ഒരു പ്രീ പ്ലാൻഡ് ഓപ്പറേഷനാണ്. സാറേ, എനിക്ക് വ്യക്തിപരമായിട്ടും ഭീഷണികളുണ്ട്. എന്റെ കുടുംബത്തെ വരെ തീർത്തളയെന്നാ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ആന്റണിക്ക് എന്റെ ഒപ്പം നിൽക്കാൻ പേടിയുണ്ടെങ്കിൽ സുരക്ഷിതനായിട്ട് ഒഴിഞ്ഞു പോവാം. ഇത്രകാലം അങ്ങനെ ആയിരുന്നില്ലല്ലോ സാറേ. സാറിന്റെ ഒപ്പമല്ലേ ഞാൻ എന്നും നിന്നിട്ടുള്ളൂ. ഞാനിത് പറയുന്നത്, ഒന്നുകിൽ നമ്മൾ ശക്തമായി പ്രതിരോധം തീർക്കണം, അല്ലെങ്കിൽ തിരിച്ചാക്രമിക്കണം. അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നല്ലേ പറയുന്നത്. ഞാൻ വേണ്ടത് ചെയ്തോളൂ ആന്റണി. തൽക്കാലം ആന്റണി ചെല്ല. സംഗീതം ഒന്നും അറിയണ്ട. സാർ, ഈ മധുക്കരയും സാറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ അവിടേക്ക് പോയതിനു ശേഷമാണ് നമുക്കെതിരെയുള്ള ആക്രമണം ഇത്രയും ശക്തമായത്. ആന്റണി ചെല്ല്. ഞാൻ വേണ്ടത് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? ശരി സാർ. ടീച്ചർ, എനിക്ക് ബലൂൺ വേണോ? വേണ്ടല്ലോ. അമ്മക്ക് ഇതെന്ത് പറ്റി? മുഖം കണ്ട തോന്നല്ലോ മുഖത്തേതോ ടിപ്പർ ലോറി വന്നിടിച്ചെന്ന്. ഓ, എനിക്കിതൊന്നും അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. അല്ല, പിന്നെന്തിനാ ഒരുങ്ങിക്കിട്ട് നിൽക്കുന്നേ? വീട്ടിലൊരു ചടങ്ങ് നടക്കുകയല്ലേ. ഓ, അതുകൊണ്ടൊന്നും ഒരുങ്ങി നിന്നേ ഉള്ളൂ. ഓ, അത്രയെങ്കിലും ഒന്നും തോന്നിയല്ല. എടി, നിനക്ക് താല്പര്യക്കുറവല്ലുണ്ടോ? താല്പര്യ കൂടുതലൊന്നുമില്ല. നിങ്ങളെല്ലാം കൂടി ആഘോഷിക്കും. അളിയാ, അമ്മയും ചേച്ചിയും പിന്നെ എല്ലാ കാര്യത്തിനും ആദ്യം ഇങ്ങനെയാണല്ലോ. കുറച്ച് കഴിയുമ്പോ ഓക്കെ ആയിക്കോളും. എന്തിനാ വിബി ഇത്രയും വലിയ കേക്കൊക്കെ മേടിച്ചത്? അതിന്റെ ആവശ്യം എന്താ? പിന്നെ കപ്പയൊക്കെ മേടിച്ച് മുറിക്കാൻ പറ്റൂ? അല്ല പിന്നെ. ഇനി അമ്മമാർക്ക് മധുരം കൊടുക്കാം. കുഞ്ഞാറ്റെ, അമ്മേ, എനിക്ക് വേണമെന്നില്ല. മധുരല്ലേ? പിന്നെ കേക്കിന് പിന്നെ കയ്പാണല്ലോ. ഇങ്ങ് താ മോളെ, ഞാൻ കൊടുത്തോളാം. അടിപൊളി. കഴിക്ക. അല്ല പിന്നെ
ഇതിന്റെ പേരിൽ ഷുഗർ കൂടിയാൽ 2 ഇൻസുലിൻ അധികം എടുത്താൽ മതി. അച്ഛൻ റോക്സ് അങ്ങനെ മുതുമധുരമായി. BP വേരിയേഷൻ ആയിരിക്കും അല്ലേ? ആ, എന്താ അമ്മായിയമ്മയ്ക്ക് സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞ ചിലപ്പോ ഡോക്ടറുടെ BP കൂടും, അല്ലെങ്കിൽ BP താഴും. മനസ്സിലായില്ല. എന്തായാലും കൊള്ളാം. ഡോക്ടർ ചെന്നുകയറിയ വീടും ഡോക്ടർ ഉണ്ടാക്കിയ ബന്ധവും. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊരു പേഷ്യന്റിന്റെ വിവരം തിരക്കുന്ന ബൈസ്റ്റാൻഡറായിട്ട് ഞാനിപ്പോ ഡോക്ടർ നീലിമയുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. കുതിരപ്പന്തിയിൽ എന്ത് ഫംഗ്ഷൻ ആയിരുന്നു എന്നാ പറഞ്ഞത്? ഓ, മധുരം വിളമ്പൽ ചടങ്ങ്. അനുക്കുട്ടി പ്രഗ്നന്റ് ആയതിന്റെയും അമ്മായിയമ്മ തിരിച്ചു വന്നതിന്റെയും ആഘോഷം. മധുരം വിളമ്പൽ ഇരട്ടി മധുരം വിളമ്പലായി മാറിയല്ലോ ഇപ്പൊ. മനസ്സിലായില്ല. ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച മധുരത്തിന്റെ ബാക്കി വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിലേ കുറച്ചെടുത്തോണ്ട് വന്ന് അമ്മായിയമ്മയ്ക്കും കൂടെ കൊടുക്ക്. അവരും ഗർഭിണിയാ. പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളുടെ അമ്മായിയമ്മ വീണ്ടും ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു എന്ന്. ഇതിനാണ് ഡോക്ടറെ പറയുന്നത് ഡബിൾ ധമാക്ക എന്ന്. ഭാര്യയും അമ്മായിയമ്മയും ഒരേ സമയം 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പോവുക. നല്ല ഫാമിലി. മോളെ, അനുമോളിങ്ങ് വന്നേ. നിങ്ങൾ എന്നെ ചതിച്ചു അല്ലേ? ചക്കിയോ? ആരുടെ ചക്കി? നിങ്ങളുടെ മകളാണ് ഞാനെന്നുള്ള വിചാരം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ നോവിക്കത്തില്ലായിരുന്നു, ഇങ്ങനെ ചതിക്കില്ലായിരുന്നു. നമ്മുടെ കുഞ്ഞ്, ഇവൾക്ക് എന്താ പറ്റിയത്? ഇവൾ എന്തൊക്കെയായി പറയുന്നത്? അവള് നമ്മളെ ചതിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടില്ലെന്ന് എന്തേട്ടാ? അനു മോളെ, മിണ്ടരുത്, മിണ്ടരുത് രണ്ടും. നിനക്കിതെന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവണ്ട. മനസ്സിലാവണമല്ലോ. ഇത്രയും നാളും അമ്മക്കുട്ടി സ്വന്തം, ജീവന്റെ ജീവനേക്കാളും വലുത്. ഒരു ദിവസം കൊണ്ട് ആ പാവം അമ്മ എങ്ങനെ നിന്റെ ശത്രുവാവും? ഞങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നുള്ളൂ. എന്നോടുള്ള സ്നേഹം പങ്കുവെക്കാൻ ഒരാൾ ഉണ്ടാവരുത്. അമ്മയെന്ന അമ്മക്കുട്ടിയൊന്ന് വിളിക്കാൻ ആ വയറ്റിൽ പറന്ന് ഒരാൾ വരരുത്. ആ ഉടമ്പടിയാ ഇപ്പൊ തകർന്നത്. അല്ല, എന്നെ ചതിച്ചവരെ തകർത്തത്. അനു, ഇത് സ്നേഹമല്ല, ഇത് ഭ്രാന്ത. അതെ, ഞാൻ ഭ്രാന്തിയാ, മുഴു ഭ്രാന്തി. നിങ്ങൾ ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുചെന്ന് ഇടിപ്പിച്ച് എന്നെ അങ്ങ് കൊല്ല് കൊല്ല് കൊല്ല്. അനു, പറഞ്ഞ കേട്ടില്ലേ? വണ്ടി എടുക്ക്, എന്നെ അങ്ങ് കൊല്ല്. സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ സഹിച്ചു, ക്ഷമിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ ക്ഷമിച്ചു, നിന്നോടുള്ള സ്നേഹത്തിന്റെ പേരില്. ഇപ്പൊ നിനക്കൊരു കൂടപ്പിറപ്പ് കൂടി പിറക്കാൻ പോകുന്നതിൽ സന്തോഷിക്കുന്നതിന് പകരം അത് നീ വലിയൊരു പ്രശ്നമാക്കുകയാണെങ്കിൽ അനു, ജീവിതം എവിടെ നമുക്കിടയിൽ? 3 നേരം ഭക്ഷണം കഴിച്ച്
പറ്റുന്നത്ര സമയം ഉറങ്ങുന്നതാണോ ജീവിതം? ഉണർന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന സ്വസ്ഥതയും സമാധാനവുമാണ് ജീവിതം. അറിയാമോ? എനിക്കറിയില്ല, എനിക്കതൊന്നും അറിയില്ല. എന്റെ ഇഷ്ടങ്ങളാ എന്റെ ജീവിതം. അനു, അമ്മ എന്നൊരു അധ്യായം അല്ല, അമ്മക്കുട്ടി എന്നൊരു അധ്യായം എന്റെ ജീവിതത്തിൽ അടഞ്ഞു. ഇനി ഞാൻ തീരുമാനിക്കും എന്റെ ജീവിതം. അനുക്കുട്ടി, വണ്ടി എടുക്ക് വെബിച്ചേട്ടാ. ഒരു കണ്ണുനീർ തുള്ളിയായിട്ടേ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളൂ. കണ്ണുനീരിന് തീ പിടിച്ച അവസ്ഥയിലാ ഞാൻ. അനു, വണ്ടി എടുക്ക് വെബിച്ചേട്ടാ പ്ലീസ്, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. ഒരുപാട് പുന്നാരിക്കുമ്പോ ഓർക്കണമായിരുന്നു ഒരിക്കൽ തിരിച്ചു കൊത്തോന്ന്. എന്റെ മകനെ എന്നെ ധിക്കരിച്ച നിങ്ങളുടെ മകളുടെ കഴുത്തി താലി കെട്ടിയത്. നിങ്ങളുടെ മകള് കാരണം ഞാൻ അനുഭവിച്ച വേദനയുണ്ടല്ലോ, അധികം താമസിയാതെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. അത്രേ ഉള്ളൂ. ദൈവം വലിയവരാ. ലക്ഷ്മി, പഴംപുരാണം വേണ്ട. ആ അതെ, പഴംപറന്നവനെ അകത്തിരിപ്പുണ്ട്, പോയി കുടിക്ക്. പോടാ. എനിക്ക് ചക്കി ഒന്ന് കാണണം. അവളുടെ പിണക്കം മാറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോവാൻ. അതീ ജന്മം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നീയല്ല തീരുമാനിക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ പരസ്പരം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മയും മകളുവാ സംഗീത അനുക്കുട്ടി. അവരുടെ പ്രശ്നം അവര് തീർത്തോളും. എന്ന് വെച്ചാ ചൂണ്ടേ കയറ് വിട്ട് കലക്കൊള്ളത്തിൽ ഫിഷിങ്ങിനാരും നിൽക്കണ്ടെന്ന് മനസ്സിലായോ? ബിബി, എടാ ബിബി, അളിയാ ഇങ്ങോട്ട് വാ. എന്താ അച്ഛാ? ആ അനുക്കുട്ടിയെ വിളിക്ക. അച്ഛാ, അവള് വല്ലാത്തൊരവസ്ഥയില്ല. എടാ, 18 വർഷം അനുക്കുട്ടിയെ പൊന്നുപോലെ നോക്കി അവളുടെ അച്ഛനും അമ്മയാ ഈ മുറ്റത്ത് വന്ന് നിൽക്കണേ. മകളുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി വിളിക്കടാ അവളെ. ചക്കി, നീ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? ഇനി അങ്ങനെയൊന്നും പറയരുത്. എനിക്കിതൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ല. നമുക്ക് ഇവിടെ ഒന്നുകൂടി ഒന്ന് മധുരം വിളമ്പി പിരിയാം. എന്റെ ജീവിതത്തിലെ മധുരവും സന്തോഷവും ഒക്കെ തീർന്നു. അനു, നീ എന്തൊക്കെയായി പറയുന്നത്? എന്റെ പൊന്നുമോളെ, നീ ഇങ്ങനൊന്നും പറയരുത്. നിന്നോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമെന്ന് കരുതിയ ദിവസമായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ അതെല്ലാം വീണുടഞ്ഞ വിളക്ക് പോലെ, കെട്ടുപോയ തിരി പോലെ എന്റെ മനസ്സിലെ സന്തോഷം അണഞ്ഞു. അതെ, ഇനി എന്റെ മനസ്സിൽ പുകയുന്നത് ഒരു കരിന്തിരി മാത്രം. അത് വീണ്ടും വിളക്കായി കത്തണമെങ്കിൽ എന്ത് വേണോന്ന് എനിക്കറിയാം. അതിന് ഞാൻ എന്ത് വേണം? എന്റെ മോള് പറ. ആശുപത്രി വെച്ച് ബഹളം വെച്ചതുപോലെ ബഹളം വെക്കാനോ അലമുറയിടാനോ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നിനും ഞാനില്ല. കാരണം ഇതെന്റെ ഭർത്താവിന്റെ വീടാ. ഇനി എനിക്ക് താമസിക്കാനുള്ള ഒരേ ഒരിടം അതിതാ. നീ എന്തൊക്കെയായി പറയുന്ന ചക്കി? നിന്റെ വീടില്ലേ നിനക്ക്? പിന്നെ നിനക്കായി ഞങ്ങള് വാങ്ങിച്ച വീടില്ലേ? അതൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. ഇടിമണലിൽ നിന്ന് ഇടിമണലിലേക്ക് പോയ പോലെ അതെല്ലാം പോയി. ഈ വീട്ടിൽ ഇവരുടെ അന്തസ് കാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വ. അതുകൊണ്ട് ഞാൻ പറയാ, ഇനി ഇവിടെ നിന്ന് രംഗം വഷളാക്കണ്ട. പൊയ്ക്കോ രണ്ടാളും.
ചേ, അമ്മയെ നിന്ന് വിളിക്കാതെയാണോ ഞങ്ങളോട് പൊയ്ക്കോളാൻ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. സംസാരിക്കണമെന്നുണ്ട്. ഒരു നിമിഷം കൊണ്ട് മുറിച്ചു കളയാവുന്നതല്ല 18 വർഷത്തെ സ്നേഹമെന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ എന്റെ സ്നേഹം ഞാൻ വേറൊരാൾക്ക് കൊടുക്കാതെ സൂക്ഷിക്കുന്ന പോലെ എന്റെ അമ്മയുടെ സ്നേഹവും വേറൊരാൾക്ക് പകുത്തു കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നാളെ എന്നെ കാണാൻ വരുവാണെങ്കിൽ ദേ ഈ വയറ്റിൽ കുരുത്ത ജീവൻ ഉണ്ടാവാൻ പാടില്ല. ഒന്നും അറിയാതെ തന്റെ വയറ്റിൽ കുരുത്തൊരു കുഞ്ഞുണ്ട്, നമ്മുടെ കുഞ്ഞ്. അത് താൻ മറക്കരുത്. ചക്കയോടുള്ള അമിത വാത്സല്യം കൊണ്ട് താൻ കണ്ണീരൊഴുക്കുമ്പോ തന്റെ ഉള്ളിൽ കിടന്ന് കരയണത് ഒരു ജീവനാ. നന്ദേട്ടൻ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ചക്കി ഇല്ല, പറഞ്ഞു നിർത്തിയത് ഞാൻ വീണ്ടും പറയുന്നില്ല. ചക്കിക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ മനസ്സിലാവുന്ന ഒരു ദിവസം വരെ നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ കുഞ്ഞല്ലേ അവള്. അവളെ സങ്കടപ്പെടുത്താൻ നമുക്ക് പറ്റൂ? ഇല്ലല്ലോ. അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ മുഖം കാണുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ? പെട്ടെന്നുണ്ടായൊരു ഷോക്കിലാണ് ഞാനും താനും ചക്കിയുമെല്ലാം. ആദ്യം മനസ്സൊന്ന് ശാന്താവട്ടെ, നമുക്ക് ചെന്ന് അവളെ കാണാം. എന്തായാലും നമ്മളെ ധിക്കരിക്കാനൊന്നും അവൾക്ക് കഴിയില്ലടോ. ഇപ്പൊ കാണിച്ചത് അവളുടെ ഒരു ആവേശമാ. അപ്രതീക്ഷിതമായ ഒരു വാർത്ത കേട്ടപ്പോൾ ഉണ്ടായ ഒരു ഷോക്ക്, അതിന്റെ ഒരു ദേഷ്യവും പ്രതിഷേധവും. നന്ദേട്ടൻ പറയും പോലെ ചിന്തിക്കുമ്പോ എനിക്കും അങ്ങനെ തോന്നുന്നു. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അത് കഴിയുമ്പോ ചക്കി ഇങ്ങോട്ട് ഓടി വരും അല്ലേ, അമ്മക്കുട്ടീന്ന് വിളിച്ചോണ്ട്. വരാതെ പിന്നെ എവിടെ പോവാനാ? എന്താ അച്ഛാ? മോളിങ് വന്നേ, അച്ഛന് സംസാരിക്കാനുണ്ട്. മോളെ, അച്ഛൻ എന്താണ് പറയാനുള്ളതെന്ന് മോൾക്കറിയാമെന്ന് എനിക്കറിയാം. എന്താ മോളെ, സ്വന്തം അച്ഛനോടും അമ്മയോടും ഇത്ര വൈരാഗ്യം, ഇത്ര പക, പെട്ടെന്ന് ഈ പിണക്കം? അത് അവരെന്നോട് കാണിച്ച ചതി എനിക്ക് ഉൾക്കൊള്ളാനാവില്ല അച്ഛാ. അവരെന്ത് ചതിയാ മോളോട് കാണിച്ചത്? മോള് ജനിച്ച അതേ വയറ്റിൽ ഒരു കുഞ്ഞു ജീവൻ പിറന്നത്. ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ലാത്ത, ഒരു സൂര്യോദയം പോലും കണ്ടിട്ടില്ലാത്ത ആ കുഞ്ഞിനോട് വേണോ മോളെ നിന്റെ ഈ ദേഷ്യവും വാശിയും? നീയും ആ വയറ്റിൽ ജനിച്ചവളല്ലേ? നിന്റെ വയറ്റിലും ഒരു കുഞ്ഞു ജീവൻ തുടിക്കുന്നില്ലേ? അച്ഛാ, എനിക്കിത് ഉൾക്കൊള്ളാനാവില്ല. ഉൾക്കൊള്ളാൻ ശ്രമിക്കണം, മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. മോള് കുട്ടിയാ, നിന്റെ കൂടപ്പറപ്പാ അത്. അച്ഛനോടും അമ്മയോടും ഇന്ന് പകൽ എന്തൊക്കെയാ മോള് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? ഈ ലോകത്ത് ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്താണെന്ന് അറിയാമോ? അത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ നെഞ്ചിലേക്ക് എറിയുന്ന കരുണയില്ലാത്ത വാക്കുകളാണ്. നടന്നാലേ ബ്ലോക്ക് ഉണ്ടാവില്ല, റോഡിലും ഉണ്ടാവില്ല, നെഞ്ചിന്റെ ഉള്ളിലും ഉണ്ടാവില്ല. വാ. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? എന്ത് ചോദിക്കാനാ വന്നത്? ഒച്ചെടുത്ത ചുറ്റുള്ളവർ ശ്രദ്ധിക്കും. ഓ, നീല നിറമുള്ള ജീപ്പ് പിന്നാലെ വരുന്നുണ്ട്. അതിന്റെ അകത്ത് എടുത്തിട്ട് നിന്നെ അങ്ങ് ഞാൻ കൊണ്ടുപോകും. നിന്റെ വീട്ടിൽ ചെന്നപ്പോ നിന്റെ അച്ഛനോടും നിന്റെ ചേട്ടനോടും ഞാൻ ഇത് തന്നെയാ പറഞ്ഞത്.
നീയൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാ എന്റെ രീതിയെന്ന്. നീ ഇത്രയും കാലം എവിടെയായിരുന്നു? സംഗീത ഇത്രയും ദിവസം എവിടെയായിരുന്നു? കല്യാണ തലേദിവസം കാണാതായ നീ എവിടെയായിരുന്നു എന്ന് പോലീസിന് അറിഞ്ഞേ പറ്റൂ. എനിക്ക് സൗകര്യമുള്ളിടത്തും ചിലപ്പോ കൈലാസം കയറി കാണും. മോനെ, ഇവിടുന്ന് വണ്ടിയെല്ലാം എടുത്തിട്ട് ക്യാമ്പ് ഓഫീസിൽ കൊണ്ടുപോയാ നീന്ന് വൈകുണ്ഠം കേറും. കാണണോ നിനക്ക്? അയ്യോ കാണണ്ട. എന്നെ അങ്ങനെ ഭയപ്പെടുത്തൊന്നും വേണ്ട. ഞാനേ ഒരു ജസ്റ്റിസിന്റെ മോനാ. അമ്മേ, ആ പോകാൻ റെഡിയായോ? ഉവ്. മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? പ്രതാപൻ നിന്റെ അച്ഛനുമായി ഒറ്റയ്ക്ക് കാണുന്നത്, പല ബിസിനസിന്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ എനിക്കറിയാം. അതിനെന്താ അമ്മേ, അച്ഛന്റെ പണവും സ്വത്തുക്കളെല്ലാം ഞങ്ങൾക്കുള്ളതല്ലേ? അതെ, എങ്കിലും ആറ്റി കളഞ്ഞാലും അളന്നു കളയണമെന്നല്ലേ? പ്രതാപന്റെ മേല് ഒരു കണ്ണ് വേണം കേട്ടോ. എന്താ അമ്മേ, എന്തേലും കുഴപ്പമുണ്ടോ? സ്വന്തം മകനൊരു കേടുണ്ടെന്നോ കുഴപ്പമുണ്ടെന്നോ ഒരു പെറ്റമ്മയും പറയില്ലല്ലോ. അതങ്ങനെ ആയിരിക്കണം. പിന്നെ സ്നേഹം വാരിക്കോരി കാണിക്കാനൊന്നും എനിക്കറിയത്തില്ല. ഉള്ളതുപോലെ ഞാൻ പറയും. നിന്റെ കണ്ണീര് ഈ വീട്ടിൽ വീഴരുതെന്നുണ്ട്, ഒരു കാരണവശാലും. ഞാൻ ശ്രദ്ധിച്ചോളാമേ. പക്ഷേ എന്തെങ്കിലും ചോദിച്ചാ പ്രതാപേട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്താ. എന്റെ അച്ഛന്റെ കാശിന് ഞാൻ കണക്ക് പറഞ്ഞു എന്നൊക്കെ പറയില്ലേ? അതെ, നീ എന്തെങ്കിലും ചോദിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ബിസിനസ് വളരുകയും ബിസിനസ് രംഗത്ത് ഒരുപാട് ഉയരുകയും ഒക്കെ ചെയ്യണം. എന്റെ മകന് ഉയർച്ചയും നന്മയും ഉണ്ടാകുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എല്ലാത്തിലും നിന്റെ ഒരു ശ്രദ്ധ വേണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതൊരു ഭാര്യയുടെ ഉത്തരവാദിത്വം. ഭർത്താവിന്റെ കയ്യിൽ കൂടുതൽ പൈസ വന്നാ അതെവിടുന്ന് വന്നതാണെന്ന് അറിയണം. പൈസ എങ്ങോട്ടൊക്കെ പോവുകയാണെന്നും അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. മനസ്സിലായോ? മനസ്സിലായമ്മേ. എന്നാ ചെല്ല്, സന്തോഷമായിട്ട് പോയിട്ട് വാ.